ബെന്നെന്ന് പറഞ്ഞ ആള് 2-3 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഓൾറെഡി ഒരു സ്ത്രീ ആക്രമിച്ച കേസിലും പ്രതിയാണ്. ഞങ്ങളുടെ ഒരു റോബറി കേസിലെ 2 പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുകയും അതിന് പോലീസിനെ അവരെ ആക്രമിക്കാനും അല്ലെങ്കിൽ പോലീസിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയ കേസുകളിൽ 2 പ്രതികളെ അന്ന് രാത്രി രക്ഷപ്പെടാൻ സഹായിച്ച കേസിൽ പ്രതിയാണ്. ആ കേസിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ബെഞ്ചോ എന്ന് പറഞ്ഞവർ ഈ ലേഡിയുടെ ഹസ്ബൻഡിനെ കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിൽ വന്നത്. വന്ന സമയത്ത് അവരെ വീട്ടിലെല്ലാം അവർക്കറിയാം. 2 ദിവസം ഒളിവിൽ കഴിഞ്ഞ ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്ന അയാളെ കൊണ്ടുവന്നിട്ട് ആ സമയത്തൊന്നും അയാൾ വേറെ പ്രശ്നമില്ല, കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം കൊണ്ടുവന്ന് ഏതോ പ്ലാൻ ചെയ്ത പോലെ അവർ 2 കുഞ്ഞുങ്ങളെ കൊണ്ട് പാഞ്ഞ് വളരെ ഫാസ്റ്റായിട്ട് സ്റ്റേഷനിൽ തള്ളിക്കയറി വരികയും ഡോറ് ചവിട്ടി തുറന്ന് കയറി അകത്ത് വന്ന് ആ കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊല്ലാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ ഹസ്ബൻഡ് വിട്ടുകിട്ടില്ലെങ്കിൽ ഞാൻ ഈ കുഞ്ഞുങ്ങൾ എറിഞ്ഞു പോലും ഞാനും ചാവുമെന്ന് പറഞ്ഞ് സ്റ്റേഷനെ ഭീഷണിപ്പെടുത്തി വലിയ അതിക്രമം ഉണ്ടാക്കി. എൻ്റെ വനിതാ പോലീസുകാരൊക്കെ ഒരു വനിതാ പോലീസാണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തിട്ട് തീരെ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. അതൊക്കെ ആ വിഷയമുണ്ട്. ആ വനിതാ പോലീസുകാരൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറാൻ വേണ്ടി വന്നു. അതിൽ ആ കുഞ്ഞുങ്ങൾ ആ സമയത്ത് രക്ഷപ്പെടുത്തില്ലായിരുന്നെങ്കിൽ അവർ കൃത്യമായിട്ട് ആ കുഞ്ഞുങ്ങൾ എറിഞ്ഞു തറയിട്ടന ആ പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പം ഞങ്ങൾ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മാക്സിമം അവർക്കൊരു ഇതുണ്ടാവാതെ ആ കുഞ്ഞുങ്ങളെ സേവ് ചെയ്തിട്ട് പരമാവധി അവരെ ആക്കി. ആ സമയത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർ വീണ്ടും അതിക്രമിച്ച് കയറി വന്നിട്ട് പോലീസിനെയൊക്കെ തള്ളി മാറ്റി തീർത്തും തള്ളി എന്നെ 2 പ്രാവശ്യം തള്ളാൻ വേണ്ടി പോയി. ആ നെഞ്ചിൽ തള്ളിയ സമയത്താണ് ആ ഒരു സംഭവം ആ ഒരു ആക്ഷൻ ഉണ്ടായത്. ഇത് ഒരിക്കലും ഞങ്ങളാരും കരുതി കൂട്ടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു സഡൻ പ്രൊവക്കേഷനിൽ അവർ ഒത്തിരിയും വന്ന് വയലൻ്റായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമില്ല. പോലീസ് പ്രതികളെ കൊണ്ടുവരുന്നത് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നത് സാധാരണ പതിവുള്ള കാര്യമാണ്. ഒരു ഇതുമില്ലാതെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിട്ട് അവർ ജീവനം ഒരു അല്പം പോലും അവർക്കൊരു കെയർ കൊടുക്കാതെ എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചെങ്കിൽ അവസാനിച്ച് വെക്കാൻ ആ കുട്ടികൾ ആ സമയത്ത് സമയോചിതമായിട്ട് ഞങ്ങൾ വനിതാ പോലീസിനെ ഞാൻ അവർ എത്രയും മാത്രം ശക്തമായിട്ട് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ആ തിരക്കിലും പെടുകയോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തറവിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവത്തിനേക്കാൾ ഭീകരമായി പോകാനാണ്. അപ്പോൾ അവർ ആ കാര്യത്തിൽ കുഞ്ഞുങ്ങളുടെ ഒരു മനസാക്ഷ്യം കാണിക്കാതെ കുഞ്ഞുങ്ങളെ വെച്ച് വളരെ വിലവേശം പോലെയാണ് അവരകത്ത് കയറി വന്ന് തള്ളി തുറന്ന് അകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കിയത്. അല്ല, ഹോട്ടലിൽ ഒരു മൊബൈലും ഒരു പേഴ്സും കൂടെ റോബർ ചെയ്ത 2 പ്രതികളുണ്ടായിരുന്നു. ആ പ്രതി രാത്രി 112 ആക്ഷൻ വന്നിട്ട് ആ സമയത്ത് ഒരു SIയും ഒരു പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 2 കൂടെ രാത്രി പോയിട്ട് ആ പ്രതികളെ പിടിച്ച് വയ്ക്കുകയും ആ സമയത്ത് അവർ പിടിച്ച് സ്റ്റേഷൻ ജീപ്പിനകത്ത് കയറ്റി ഇവരെല്ലാം കൂടെ ചേർന്ന് ഇറക്കി വിട്ടു. അപ്പൊ ഈ ലേഡിയുടെ ഹസ്ബൻഡും ആൾക്കാരെയും ഇറക്കി വിട്ടു. പോലീസിന് ഈ വളരെ രാത്രി 2 പേരെ 3 പേരെ വളരെ എണ്ണത്തിൽ കുറഞ്ഞ പോലീസിനെ വെച്ചിട്ടാണ് ഈ ലോ ആൻഡ് ഓർഡർ നോക്കണം അവിടെ. അപ്പം നോർത്ത് പോലുള്ള സ്റ്റേഷനിൽ ഇത്രയും സെൻസിറ്റീവായ സ്റ്റേഷനിൽ ഈ 2 പ്രതികളെ മനഃപൂർവ്വം രാത്രി ഈ പറഞ്ഞ ഈ ലേഡിയുടെ ഹസ്ബൻഡ് നല്ല മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ബാറിൽ നിന്ന് ഇറങ്ങിയ കുറേ ആൾക്കാർ, ബാറാണ് എൻ്റെ ഫ്രണ്ടിൽ, ഇവരുടെ റൂമിന്റെ ഫ്രണ്ടിൽ ബാറാണ്, ഇവർ റൂംസ് വാടക കൊടുക്കുന്ന ബിസിനസ് അവർക്ക്. അതിന്റെ ഫ്രണ്ടിൽ ബാറായിരുന്നു. ആ ബാറിൽ നിന്ന് മദ്യവെച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് ആ 2 പോലീസുകാരുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഈ പിടിച്ചു കയറ്റിയ പ്രതികളെ ഇവരെല്ലാം കൂടെ ചേർന്ന് ഇറക്കി വിടുകയാണ് ചെയ്തത്. അതിലേക്കാണ് ആ കേസെടുത്തത്. 3 ദിവസത്തോളം ഇയാൾ ഒളിവിലായിരുന്നു. ഒളിവിലായതിനു ശേഷം വന്നപ്പോഴാണ് ഇയാളെ കൂട്ടിക്കൊണ്ടുവന്നത് പറഞ്ഞാൽ ഇവർ പിന്നെ വന്നാൽ നിങ്ങൾ ആ വിഷ്വൽ നോക്കി മനസ്സിലാവും. ആ ലേഡി ആ കുഞ്ഞുങ്ങളും കൊണ്ട് എന്ത് ഫാസ്റ്റായിട്ട് കയറി തള്ളി സമയത്ത് താങ്കൾ മർദ്ദിച്ചിട്ടില്ല എന്ന് പറയണം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ കൃത്യമായിട്ട് അവരെ നെഞ്ചത്ത് പിടിച്ച് തള്ളുകയും അടിക്കുകയും ചെയ്യുന്നത് കൃത്യമല്ല, വ്യക്തമാവുന്നില്ല. അല്ലെങ്കിൽ ആ സമയത്ത് ഇവർ ഇത്രയും അതിക്രമം കാണിച്ച് തള്ളി തുറന്ന് നമ്മളെ തള്ളി അറിയില്ല. എന്നെ തള്ളുന്ന ദൃശ്യം അതിനകത്തുണ്ട്, എന്നെ തള്ളി അറിയുന്നതുകൊണ്ട്. ആ സമയത്ത് ഉണ്ടായ ഒരു ആക്ഷൻ അത് ഞങ്ങൾക്ക് അറിയാം. ഗർഭിണിയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അങ്ങനെ വനിതാ പോലീസ് പിടിച്ച് നിൽക്കുന്നില്ല. എന്റെ വനിതാ പോലീസ് ഒരു യൂട്രസ് റിമൂവ് ഒരു ലേഡിയാണ്. അവർ നല്ല അവശരായി പോയി. ആ കുഞ്ഞുങ്ങളെ രക്ഷിച്ച് അവരെ തള്ളി എറിയാണ്. ആ സമയത്ത് നമ്മൾ അവരെ രക്ഷിക്കാന്നല്ല, ഒരു പ്രിവെന്റ് ചെയ്യാന്നുള്ളതല്ല ചെയ്യേണ്ടത്. അവരുടെ നമുക്ക് എന്ത് ദേഷ്യമുള്ളത്, എന്ത് വിരോധമുള്ളത്? ഒരു വിരോധമില്ല. നമുക്ക് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യ ദേഷ്യം ഒന്നും ഉള്ളതല്ലോ. അവർ ഇത്രയും അതിക്രമം കാണിച്ച് കയറി വന്നിട്ട് അവർ തള്ളി തുറന്നല്ല, അവരല്ലേ തള്ളി ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പം സ്റ്റേഷനകത്ത് വന്ന് കയറി ഇത്ര അതിക്രമം കാണിക്കാമെന്നാണ് പറയുന്നത്. മറ്റു നടപടികൾ ഇതൊന്നും പ്ലാൻഡ് അല്ലല്ലോ, ഇതൊന്നും പ്രിപ്പയർഡ് അല്ലല്ലോ. അവർ പ്രിവെന്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. പിന്നെ അതിക്രമം കാണിച്ച് കയറി വന്നപ്പോൾ പറ്റിയ ഇതല്ലേ. അല്ല, അവരടിക്കാൻ ആർക്കും ഉദ്ദേശമുള്ളത്, സ്ത്രീ അടിക്കാൻ ആർക്കും ആഗ്രഹമുള്ളത്? അങ്ങനെ ആർക്കും താല്പര്യമുണ്ടോ? ഇതില് അവര് ശരിക്കും നമ്മൾ തള്ളി തുറന്ന് കയറി വന്നിട്ട് അവരവിടെ കിടന്ന ഡോറിനൊക്കെ വലിച്ച് പൊട്ടിച്ചു. അതിന് ആരും ഈ പ്രീവിയസ് ആൻഡ് സബ്സിക്വന്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ വിഷ്വൽസ് ഉണ്ട്, അതൊന്നും ആരും കാണിക്കുന്നില്ല. അപ്പോൾ അവർ ഡോറിനൊക്കെ തള്ളി തുറന്ന് പൊട്ടിക്കുകയും ചെയ്തു. ആ സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറുകയും ആ പ്രതിയെ രക്ഷിക്കൊണ്ട് പോകാൻ ശ്രമിച്ചതിനെതിരെ ഒരു കേസെടുത്തിട്ടുണ്ട്. ആ കേസ് ഞാനല്ല അന്വേഷിച്ചത്, അത് വേറൊരു ഏജൻസിയാണ് അന്വേഷിച്ച് അത് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാർജ് കൊടുത്തതിന് ശേഷമാണ് അവർ എനിക്കെതിരെ ഒരു CMB ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട് അത് CMB ഇപ്പോൾ കോടതിയിൽ പെൻഡിംഗ് ആണ്. അവർ മറ്റ് നടപടികൾക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു, എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് മറ്റു പരാതി, ഒരു സ്വിഗ്ഗി ജീവനക്കാരന്റെ പരാതി ഉണ്ടായിരുന്നല്ലോ, ആ കാരണമായിട്ട് മർദ്ദിച്ചു.
ഒരു സ്വിഗ്ഗി ജീവനക്കാരനെ വരെ 2023 ഇത്തരത്തിലൊരു കാരണമായി മർദ്ദിച്ചു, അയാൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അയാൾ ഒരു പരാതിയും അന്ന് പറഞ്ഞിട്ടില്ല. പിന്നീട് അത് രാഷ്ട്രീയമായിട്ട് എടുത്താണ്. ആ സമയത്ത് എന്ത് പരാതി കൊടുത്ത ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അതിനുശേഷം സ്റ്റേഷനിൽ ഇറങ്ങി കേസിൽ നിന്നൊക്കെ ഊരി വളരെ ഇതായിട്ട് പോയതിനു ശേഷം ഉണ്ടാക്കിയ സംഭവം അതിപ്പം പറയേണ്ട കാര്യമില്ല. അതായത് നോർത്ത് പോലീസിനെ സംബന്ധിച്ച് മിനിറ്റ് വെച്ച് ഒരുപാട് റോബറി നടത്തുന്ന സ്ഥലവും മോഷണവും പിടിച്ചുകറിയും അക്രമമൊക്കെ ഉള്ള ഒരു വളരെ സെൻസിറ്റീവായ സ്റ്റേഷനാണ്. ആ സ്റ്റേഷനെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെ അതിനകത്ത് ഈ ചുരുങ്ങിയ ആൾക്കാരെ കൊണ്ടുവച്ച് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ എപ്പോഴും പോലീസിനെ വെല്ലുവിളിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും 2-3 പോലീസുകാരുള്ളപ്പം കുറച്ച് ആൾക്കൂട്ടം വന്നിട്ട് പോലീസിനെ ആക്രമിച്ച് പ്രതി രക്ഷപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് ലോ ആൻഡ് ഓർഡർ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ഇത് എങ്ങനെ അതിന് എങ്ങനെ പറയാൻ